രാവിലെ ഇപ്പൊ അമ്മ പറഞ്ഞു അമ്മന്റെ ഗുളികയും മരുന്നൊക്കെ തീർന്നൊക്കെ ജസ്റ്റ് പോയി ഒന്ന് മേടിക്കും. പിന്നെ നമ്മൾ നോക്കിയില്ല വണ്ടി എടുത്ത് വിട്ടിട്ടോ. മറ്റേ നേരത്തെ ഏതൊരു ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഉണ്ടാക്കി വരുന്നല്ലോ കേട്ടോ. അതിന്റെ പണി കഴിഞ്ഞില്ല. ഇതാണ് ഇപ്പൊ സംഭവം റെഡിക്കുള്ള ഹോസ്പിറ്റൽ. എന്താ കുടുംബശ്രീ കുടുംബാരോഗ്യ സംഭവം. എന്തായാലും ഉമ്മക്ക് വരാനാവാത്തതിനെ കൊണ്ട് നമ്മൾ പോയി ഗുളികയും മരുന്നൊക്കെ മേടിച്ചു. അല്ല രണ്ടും ഒന്നല്ലേ. എന്തായാലും മരുന്ന് മേടിക്കാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു കവർ നിറച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മേടിച്ച് നമ്മൾ പിന്നെയും പോയി. എങ്ങോട്ടേന്നല്ലേ നമ്മളെ പൊരേക്ക് തന്നെ അല്ലാണ്ട് വേറെ ഈ രണ്ട് കുരിപ്പിനെ കിട്ടി. ഈ ചെറിയ കുരിപ്പിനെ കൊണ്ട് ഒരു സ്വൈര്യം ഉണ്ടാവും. ഇത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫോളോ മുട്ടായി കൊടുത്താൽ അത് കഴിഞ്ഞപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണല്ലേ. ഇമ്മന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും നോട്ട് ചുരുട്ടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒരു ഫീല് വേറെ. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ജസ്റ്റ് കുറച്ചാണെന്ന് നമ്മൾ പൊരുക്കും. സംഭവം സാധാരണ ഞാൻ പൂഞ്ഞൂർക്കും വട്ടോൾക്കൊക്കെ ആരെങ്കിലും വണ്ടിമ കയറി ഈ ഒരു ടൈമിനൊന്നും തീരെ നടക്കൂല കേട്ടോ. കാരണം അജാതി സംഭവം എന്നാൽ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ വട്ടോൾക്കും വട്ടോളിന് പൂഞ്ഞൂർക്കും പൂഞ്ഞൂരിന്ന് പോരേക്കൊക്കെ ഓട്ടോറിക്ഷ അങ്ങനെ വട്ടോൾക്ക് ഒരു ഓട്ടോറിക്ഷ വട്ടോളിന് പൂഞ്ഞൂർക്ക് ഒരു ഓട്ടോറിക്ഷ പൂഞ്ഞൂരത്തിൽ നമ്മൾ അറിയുന്ന ഒരാളുണ്ടായിട്ട് ഓട്ടോറിക്ഷയിൽ അങ്ങനെ മൂപ്പരെ എന്തായാലും ഓട്ടോറിക്ഷയിലുള്ള സംഭവം എന്തായാലും ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഒരു വിധം ചത്തുക്കുന്നുണ്ടോ വെയിലുണ്ട്. അജാതി വെയിലാട്ടോ പുറത്തൊക്കെ കത്തുന്ന വെയിൽ. നമുക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് കത്തിക്കാൻ ജസ്റ്റ് ഒന്ന് ഫോളോ ആക്കിയത് ബാക്കിയാനായിട്ട്.